ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പാവപ്പെട്ട കർഷകൻ ഇന്ന് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീ മഹമ്മൂദ് ഖാ, താങ്കൾക്ക് പിതാവിൽ നിന്നും കിട്ടിയ സ്വത്ത് ദേശീയപാത വിഭാഗം ഇപ്പോൾ സ്ഥലം ദേശീയപാതക്കായി വേണമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. എന്നിട്ടും ആ പണം താങ്കൾക്ക് കിട്ടിയില്ല. അല്ലേ, താങ്കൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. ശ്രീ മഹമ്മൂദ് ഖാ ആ പേപ്പറുകൾ നോക്കുകയാണ്. നിരവധി ഓഫീസുകൾ അദ്ദേഹം കയറി ഇറങ്ങി. ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ഈ പ്രായമായ ഈ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അവർ പണി ആരംഭിച്ച് വണ്ടി ഓടിത്തുടങ്ങി. ഇനിയിപ്പോൾ ഇലക്ഷന് മുൻപേ ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഭൂമി നഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട ഈ കർഷകന് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി കിട്ടിയ ആ സ്വത്തിൻ്റെ പണം തരാതെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാണ് അവർ മുടക്കുന്നത്? ശ്രീ മഹമ്മൂദ് ഖാ, അവരെന്താണ് നിങ്ങളോട് പറയുന്നത്? ആധാർ എക്സസ് വന്ന് ആ സ്ഥലത്തിന് നീതി മുറിച്ച് അടക്കം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ 10-40 കൊല്ലം മുമ്പ് ഈ സ്ഥലം വാങ്ങുമ്പോൾ സെൻ്റൊന്നും കണക്കാക്കിയിട്ട് വാങ്ങിയല്ല അച്ഛൻ. അതിൻ്റെ നീതി മുറിച്ചതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് പണ്ട് ഇന്നത്തെ അളവ് കാര്യങ്ങൾ ഉള്ള സമയമല്ല, അന്നത്തെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് ചങ്ങല വലിച്ച അളന്ന് ആ സമയത്തെയും ഈ സമയത്തെയും അളവുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എല്ലാ പേപ്പറുകളും അദ്ദേഹം നികുതി അടച്ച കടലാസാണിത്. ഈ പ്രായത്തിലും ഇദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നടത്തിക്കടോ എന്നാണ് ഈ NHന്റെ ഉദ്യോഗസ്ഥരോടും റവന്യൂ വകുപ്പിനോടും ഞങ്ങൾ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം നിങ്ങൾ എത്രയും വേഗം കൊടുത്തില്ലെങ്കിൽ ശക്തമായ സമരം ഞങ്ങൾ നടത്തും. ഉദ്ഘാടന ദിവസം ഞങ്ങൾ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് സാധാരണക്കാരന് അതുമായി ബന്ധപ്പെട്ട് ഈ വികസനത്തിന് സ്ഥലം നഷ്ടപ്പെട്ട സാധാരണക്കാരനെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉയർത്തിയും താഴ്ത്തിയും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഏറ്റെടുത്ത് പണം കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ കമ്പിവേലി ഇട്ടോളൂ. എന്നാൽ നിങ്ങൾ കമ്പിവേലി സ്ഥാപിച്ച സ്ഥലങ്ങളുടെ പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈ ഉത്തരം ഇവിടെ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഇവിടെ ഈ ശ്രീ മഹമ്മൂദ് ഖാ പറയുകയാണ്, ഇവിടെയും അനധികൃതമായി നമ്മുടെ സ്ഥലം കയ്യേറി കമ്പിവേലി ഇട്ടിരിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ? നിങ്ങൾ ചിന്തിക്കൂ, ഓരോരുത്തരും ചിന്തിക്കൂ.